നമസ്കാരം. ഗുഡ് ഈവനിങ് അമേരിക്ക. ഒരു വർഷത്തോളം നീണ്ട പിണക്കത്തിനൊടുവിൽ ആ ഫ്രണ്ട്സ് ഒരുമിച്ചു, സുഹൃത്തുക്കളെ ഒരുമിച്ചു. കാരണമായതോ ഒരു വ്യാപാര കരാറും. സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാര കരാറൊക്കെ ആകുമ്പോൾ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെയാണ് വിവരം ലോകമറിയുക. എന്നാൽ ഏത് കാര്യത്തിലും ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന സിനിമാ കഥാപാത്രത്തെ പോലെ ഇത് ഞാൻ തന്നെ ആദ്യം പറയുമെന്ന പതിവ് തെറ്റിച്ചില്ല ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെ പാതി വെന്ത കരാറിനെ കുറിച്ച് വിശദമാക്കി. അതിൽ തീരുവയില്ലാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്തുമെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നും പറയുന്നു. ഇതൊക്കെ കരാറിലുണ്ടോ എന്ന് ഇന്ത്യക്കാർ ആശങ്കപ്പെട്ടപ്പോൾ ദാ വരുന്നു പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റ്. അതിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അത്ര സാധാരണമല്ലാത്തത് ലോകസമാധാനത്തിൽ ട്രംപിന്റെ റോളിനെ കുറിച്ച് പറഞ്ഞത് മാത്രം. വ്യാപാര കരാറിൽ ജയിച്ചതാര്? വ്യാപാരമോ രാഷ്ട്രീയമോ? ഇതാണ് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത്. ട്രേഡ് ഗെയിം 2.0. My friend Mr. Donald Trump. God bless India. ഇന്നത്തെ എന്റെ അതിഥികൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, മാധ്യമപ്രവർത്തകൻ ജിൻസ്മോൻ സക്കറിയ, ഇൻഡോ അമേരിക്കൻ സെന്റർ വാഷിംഗ്ടൺ DC എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, കുറേ നാളത്തെ ഒരു ചെറിയ അകൽച്ചയ്ക്ക് ശേഷം വീണ്ടും ആ സുഹൃത്തുക്കൾ ഒരുമിച്ച കാര്യം നമ്മൾ കണ്ടു. അതിൽ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് വിവരങ്ങൾ പുറത്തുവിട്ടത്. പക്ഷേ ഈ ഒരു കരാർ വേഗത്തിലാകാൻ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് അത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് എഗ്രിമെന്റ് വന്നത് കാരണമാണെന്ന് പറയുന്നവരുണ്ട്. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ കരാറിന്റെ ഒരു ചാലക ശക്തിയായത് എന്തായിരിക്കാം? കരാർ എന്ന് പറയുന്നത് ട്രംപിന്റെ ഭാഷയിൽ ഡീലാണ്. ബാക്കിയുള്ളവർക്ക് അതിനെ കരാറെന്നും, അതായത് എഗ്രിമെന്റ് എന്നും ട്രീറ്റി എന്നും ഒക്കെ പറയുമ്പോൾ ട്രംപ് അതിനെ കരാർ എന്നുള്ള അർത്ഥത്തിൽ ഡീൽ എന്നാണ് പറയുക. ആ ഡീലിൽ താനായിരിക്കണം ആദ്യം അത് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഒരു പിടിവാശി ട്രംപിനുള്ളതായി നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നാം. കാരണം യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് നേതാക്കൾ ഒരുമിച്ച്, അല്ലെങ്കിൽ വ്യാപാര സെക്രട്ടറിമാർ ഒരുമിച്ച് ഒരു ധാരണ എത്തുകയും അത് പുറത്തു പറയുകയും പിന്നീട് ഔപചാരികമായി പ്രസിഡൻഷ്യൽ തലത്തിൽ, പ്രധാനമന്ത്രി തലത്തിൽ അത് സ്ഥിരീകരിക്കുകയും, ഇതാണ് സാധാരണ രീതി. നോക്കൂ, തൊട്ടു മുൻപ് യൂറോപ്യൻ രാജ്യങ്ങളുമായി എത്തിച്ചേർന്ന ധാരണ, അത് കരാറല്ല, ധാരണ മാത്രമാണ്. ആ ധാരണയിൽ എത്ര അന്തസ്സായിട്ടാണ് ഈ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികൾ ഇവിടെ വന്നു. ഉർസുല വാൻഡർ ലൈൻ യൂറോപ്യൻ കമ്മീഷന്റെ ചെയർപേഴ്സണാണ്. അവർ വന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായിട്ട് സംസാരിച്ചു, റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം ഏതാണ്ട് ധാരണയായി എന്ന് രണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാർ പറയുകയാണ്. അത് കുറച്ചു കാലമെടുക്കും. ജനുവരി 2027 കൂടി അത് ഒരുപക്ഷെ സൈൻ ചെയ്യാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം. ഇവിടെ ഇന്ത്യയെ കുറിക്കുന്ന തീരുമാനങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉൾപ്പെടെ ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. അതിൽ 3 കാര്യങ്ങളാണ് കൃത്യമായി പറഞ്ഞത്. ട്രേഡ് ക്വാണ്ടം, അതായത് $500 ബില്യൺ വർത്ത് ഓഫ് അമേരിക്കൻ എക്സ്പോർട്സ് ടു ഇന്ത്യ. അതായത് ഇന്ത്യ നിർബന്ധമായും $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. ഇത് പറയേണ്ടത് ഇന്ത്യയാണ്. പക്ഷെ അത് പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അത് 1 വർഷത്തേക്കാണോ 5 വർഷം കൊണ്ട് ഇറക്കുമതി ചെയ്യേണ്ടതാണോ, അതേക്കുറിച്ച് കൃത്യമായ സൂചനയില്ല. അവിടെ ഒരു അവ്യക്തത ഉണ്ട്. രണ്ടാമത്തെ കാര്യം, റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങണോ വാങ്ങണ്ടായോ എന്ന തീരുമാനമൊക്കെ ഭാരതം എടുക്കേണ്ട തീരുമാനമാണ്. അത് പ്രഖ്യാപിക്കേണ്ടത് അമേരിക്കയിൽ നിന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അല്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഇന്ത്യയുടെ വിദേശ നയം എങ്ങനെയായിരിക്കണം, രാഷ്ട്രാന്തര ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട സൂചനകൾ അമേരിക്കൻ പ്രസിഡന്റ് നൽകുമ്പോൾ അതിലൊരു അനൗചിത്യമുണ്ട് എന്ന് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള സംസാരമുണ്ട്. പാർലമെന്റിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായി. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ഇന്ത്യയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ 0% ടാരിഫാണ്. അതായത് ഇന്ത്യ ഇറക്കുമതി ചുങ്കം ചുമത്തില്ല. അത് പറയേണ്ടതും ഇന്ത്യ തന്നെയാണ്. ഇത് വ്യക്തമായ സ്ഥിതിക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തിടുക്കവും കാട്ടിയില്ല. പക്ഷേ ആത്യന്തികമായി അമേരിക്കൻ വിപണി ഉപേക്ഷിക്കാൻ ഇന്ത്യക്കാവില്ല. കാരണം വളർന്നു വരുന്ന ഇന്ത്യ, വികസിത ഭാരത് 2047 സാധ്യമാകണമെങ്കിൽ അമേരിക്ക പോലൊരു വൻപൻ വിപണിയിലേക്കുള്ള എക്സ്പോർട്ട് സാധ്യതകൾ ഇന്ത്യക്ക് പരിഗണിക്കാതിരിക്കാനാവില്ല.
അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് യഥാർത്ഥത്തിൽ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. അതേസമയം ഇന്ത്യ എന്ന എന്തായാലും ദർ ഇസ് നോ മാർക്കറ്റ് അതർ ഓൾട്ടർനേറ്റീവ്. ടിന എന്ന് പറയുന്ന ആ ഫാക്ടറിയിൽ നിന്ന് ടാമോ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അങ്ങ് പറഞ്ഞതുപോലെ ആ ഒരു ഫാക്ടറിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് ശ്രീ നിർമ്മൽ എബ്രഹാമിനോട് കൂടി ചോദിക്കാം. ശ്രീ നിർമ്മൽ എബ്രഹാം, ഈ നമ്മുടെ മോദി ട്രംപ് ഫ്രണ്ട്ഷിപ്പ് അത് ലോകമേറെ കൊട്ടിഘോഷിച്ച, ലോകം ആഘോഷിച്ച ഒരു സൗഹൃദമാണ്. അപ്പോൾ ആ സൗഹൃദം ബാക്ക് ഓൺ ട്രാക്ക് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ സൗഹൃദം ഉണ്ട് എന്ന് കരുതാൻ വയ്യ. കാരണം പലതവണയും നമ്മൾ ട്രംപ് മാറ്റി മറിച്ചും കാര്യങ്ങൾ പറയുന്നത് കണ്ടിട്ടുണ്ട്. മാത്രമല്ല പ്രവൃത്തി അതുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം ഏറെക്കുറെ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നതാണ്. പക്ഷേ ട്രംപിൻ്റെ രണ്ടാമത്തെ ടേം മുതൽ അതിന് പാളിച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പലതവണ ഇപ്പോൾ ടാരിഫ്സ് ആണെങ്കിൽ തന്നെ നമ്മളെ മാത്രമായിട്ട് ദ്രോഹിക്കുന്നത് നമ്മൾ കണ്ടു. ചൈന അപ്പുറത്തുനിന്ന് നമ്മളെക്കാൾ കൂടുതൽ റഷ്യൻ ഓയിൽ മേടിക്കുന്നു, പക്ഷേ അവരെ തൊടുന്നില്ല. നമ്മുടെ അടുത്ത് നിന്ന് റഷ്യൻ ഓയിൽ മേടിക്കരുതെന്ന് പറയുന്നു, മേടിക്കുന്നതിന് 25% അധിക തീരുവ ചുമത്തുന്നു. ഇറാൻ്റെ അടുത്തുനിന്ന് ട്രേഡ് നടത്തുന്നു, ഓയിൽ നമ്മൾ വേണ്ടെന്ന് വെച്ചിരുന്നു, എന്തെങ്കിലും തരത്തിലുള്ള ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് 25% അധിക തീരുവ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഇന്ത്യയെ അമർത്തി പിടിച്ചുകൊണ്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ട്രംപ് ഇത്തവണ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം പൂർണ്ണമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ട്രാറ്റജിക്കലിയാണ് ട്രംപും അമേരിക്കയും ഇതിനെ കാണുന്നത്. ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഭാരതീയരൊക്കെ അതിനെ എടുത്ത് പറഞ്ഞിരുന്നു, ട്രംപ് മോദിക്ക് വളരെ സൗഹൃദമുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ അകത്ത് പ്രസക്തമല്ല. ഇപ്പോൾ അമേരിക്ക നോക്കുന്നത് അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ടേംസ് കൊണ്ടുവരിക, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇന്ത്യ അവരുടെ ഒപ്പം നിൽക്കുക, മറ്റേതെങ്കിലും കാര്യമുണ്ടെങ്കിൽ തന്നെ അമേരിക്കയുടെ ടേംസിലേക്ക് വരിക എന്നുള്ളതാണ് ജനറലി. അത് ഇന്ത്യക്ക് എതിരെ മാത്രമല്ല, നമ്മൾ യൂറോപ്യൻ യൂണിയൻ്റെ കേസിലും കണ്ടാണ്. ഗ്രീൻലൻഡ് സ്വന്തമാക്കണമെന്ന് പറഞ്ഞ സമയത്ത് യൂറോപ്പിലുള്ള 8ഓളം രാജ്യങ്ങൾക്ക് മേൽ 10% നികുതി അദ്ദേഹം ചുമത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അൺപ്രഡിക്റ്റബിലിറ്റീസ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും സൗഹൃദത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക് കാണുന്നില്ല. ഇന്ത്യ കീഴടങ്ങിയെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അകത്ത് നെഗോഷിയേഷനിൽ ആര് വിജയിച്ചു എന്ന് നമ്മൾ നമ്പേഴ്സ് മാത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ട്രംപ് വിജയിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ പഴയ തീരുവ, അതായത് ട്രംപ് ആദ്യമായിട്ട് പെനൽറ്റിയോ റിറ്റാലിയേറ്ററി ടാരിഫ്സോ വെക്കുന്നതിന് മുമ്പുള്ള പല പ്രോഡക്ട്സിൻ്റെയും തീരുവ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കുറവായിരുന്നു. ഇപ്പം നമ്മൾ വീണ്ടും 18% എത്തിയിരിക്കുന്നു. ആ 18% വ്യക്തത ആയിട്ടുണ്ടോ എന്നുള്ളത് പോലും ഉറപ്പില്ല. അതായത് 25 നിന്നാണോ 18 ആയത്, 50 നിന്നാണോ 18 ആയത് എന്നുള്ളതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ട്. അതൊന്ന്. രണ്ട്, ഈ പൂർണ്ണമായിട്ടൊരു ഡീലിലേക്ക് ഫോൺ കോൺവെർസേഷനിൽ വാക്കാൽ ഡീല് ആയി എന്ന് പറയുമ്പോഴും ഒരു പൂർണ്ണമായ ഒരു ഡീലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിലെ എല്ലാ ടേംസും പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ അമേരിക്ക പല കാര്യങ്ങളിലും വളരെ വലിയ വിട്ടുവീഴ്ച ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഡീലിലേക്ക് എത്തിയത് ഏതൊക്കെ വിട്ടുവീഴ്ചകൾ ഇന്ത്യ നടത്തിയിട്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് പരിശോധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ ആസ് ഓഫ് നൗ വെറും പ്യുവർ നമ്പേഴ്സ് മാത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഈ നെഗോഷിയേഷനിൽ വിജയിച്ചത് ട്രംപാണ് എന്ന് പറയേണ്ടി വരും. ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ, ഇപ്പോൾ ശ്രീ നിർമ്മൽ എബ്രഹാം പറഞ്ഞതുപോലെ തന്നെ ഈ അങ്ങ് ആ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ $500 ബില്യൺ വ്യാപാരം ഉണ്ട് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ ഈ വ്യാപാര കരാറിലൊരു ധാരണ മാത്രം, ആ ധാരണയായ സമയത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, 0 തീരുവ ഇല്ലാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുമെന്ന് പറയുന്നു. അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വിപണി തുറക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന് പറയുന്നു. ഇതൊക്കെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധാരണയായിരിക്കുന്നത് താരിഫ് എന്ന് പറയുന്നത് 18% കുറയ്ക്കുക, പിഴത്തീരുവ ഇല്ലാതാക്കുക, ഇക്കാര്യത്തിലാണ് ഒരു ധാരണയായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞു വെച്ച് ഇന്ത്യയെ വീണ്ടും ഒരു പ്രഷറൈസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ട്രംപിൻ്റേത്. ട്രംപിന്റെ ട്രാൻസാക്ഷണലായിട്ടുള്ള നേച്ചർ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ട്രംപിന്റെ എന്നല്ല. ഒരു പരിധി വരെ ഇപ്പൊ നമ്മുടെ ഈ കൾച്ചറുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ഞങ്ങളിപ്പോ അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് അത് കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പൊ നമ്മൾ വളരെ ഹ്യൂമെയിനായിട്ട് കരുതുന്ന പല കാര്യങ്ങളും അമേരിക്കൻ സിസ്റ്റം വളരെ റിജിഡ് ആണ്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, അപ്പോൾ അവിടെ ആ ഡോർ ക്ലോസ് ചെയ്തു, ഇറങ്ങിയത് അവർ കണ്ടതാണ്. പക്ഷെ ഒന്ന് തിരിച്ചു കയറാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും നോ സർ വി ആർ ക്ലോസ്ഡ്. ഇന്ത്യയിലാണെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും അച്ചാപ്പൊട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയറ്റി വിടും. അപ്പൊ ഈ കൾച്ചറൽ ആയിട്ടുള്ള ഈ ബിഗ് ഡിഫറൻസ് ഇതിനകത്ത് വളരെ ഭീകരമായിട്ടുള്ളൊരു ഒരു ഫാക്ടറാണ്
നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നു. ഇപ്പം ഈ പഴയ നമ്മുടെ കോൾഡ് വാർ ടൈമിൽ ഇന്ത്യയെ വളരെ സംശയത്തോടും തിരിച്ച് ഇന്ത്യയും വളരെ സംശയത്തോടെയാണ് അമേരിക്കയെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോ അന്നെല്ലാം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനായിരുന്നു എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരുടെയും ശ്രമം. കോൾഡ് വാറിന് ശേഷം ജോർജ് ഡബ്ല്യു ബുഷിന്റെ സമയം തുടങ്ങി നമ്മൾ ന്യൂക്ലിയർ കരാർ ഉണ്ടാക്കി. പക്ഷെ എന്നാലും ഏറ്റവും സീരിയസ് ആയിട്ട് ഇന്ത്യയാണ് നമ്മുടെ ട്രൂ അലൈ, ഇന്ത്യ ഈസ് എ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹൗഡി മോഡി ഇവന്റും മറ്റേ ഗുജറാത്ത് ഇവന്റും ഒക്കെ നടത്തിയ ആ ട്രംപിനെ ഇന്ത്യ വളരെ ഇമോഷണൽ ആയിട്ടാണ് ഇന്ത്യ കരുതിയത്. അതായത് ഈ ഹഗിനും ഈ ഹസ്തദാനത്തിനും ഈ സ്നേഹപ്രകടനങ്ങൾക്കും എല്ലാം വളരെ ഡീപ്പായിട്ടുള്ള മീനിങ്സ് ആണ് ഇന്ത്യൻ മീഡിയയും ഒരു പരിധിവരെ മോഡിയും നൽകിയതെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഈ വെസ്റ്റേൺ ഫിലോസഫി, വെസ്റ്റേൺ കൾച്ചർ, അവർക്ക് കോൺട്രാക്ട്സും ഫ്രണ്ട്ഷിപ്പും രണ്ടും രണ്ടാണ്. ട്രംപ് അതിന്റെ ഒരു എപ്പിറ്റോമാണ്, അതിന്റെ അങ്ങേയറ്റത്തെ ഒരാളാണ്. അമേരിക്ക ഈസ് ബീയിങ് എക്സ്പ്ലോയിറ്റഡ്. We have to change this situation. America is not going to take somebody else's security more important than our security. America is not going to take care of your economy more important than our economy because you are small and we are big. We are also having strong competition now. ഇപ്പൊ ചൈന വളരെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും ചൈനയുടെ ഗ്രോത്ത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്, എക്കണോമിക്കലി എല്ലാ രീതിയിലും. വേൾഡിലെ റീച്ച്, ജിയോഗ്രഫിക്കൽ ഔട്ട്റീച്ച്, ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു ഗ്ലോബൽ അജണ്ട, ഇതെല്ലാം വളരെ എവിഡന്റ് ആണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ അമേരിക്ക വീണ്ടും പഴയ പോലെ തന്നെ ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡോട് ബിഹേവ് ചെയ്തില്ലെങ്കിൽ അമേരിക്കയുടെ അഡ്വാൻറ്റേജ് ഇല്ലാണ്ടാവും. ഈ 21st സെഞ്ചുറി ഒരു അമേരിക്കൻ സെഞ്ചുറി അല്ലാണ്ടായിട്ട് മാറും എന്നുള്ളത് പല ചിന്തകരും, ഇപ്പൊ റോമ സാമ്രാജ്യം നശിച്ചുകൊണ്ട് നശിക്കുമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന് തിരുത്താനും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞു വന്നയാളാണ് ട്രംപ്. അപ്പൊ ട്രംപ് അബ്സല്യൂട്ട്ലി ബിഹേവ് ചെയ്യുന്നത് വളരെ സ്വാർത്ഥപരമായിട്ട് തന്നെയാണ്. അതായത് എന്റെ കാര്യം ഫസ്റ്റ്, എന്റെ രാജ്യത്തിന്റെ കാര്യം ഫസ്റ്റ്, അതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അത് ഇന്ത്യ പക്ഷേ ഈ ഹഗും ഇവന്റുകളും ഹസ്തദാനവും എല്ലാം കണ്ടപ്പം അവർ തെറ്റിദ്ധരിച്ചു അതിനെപ്പറ്റി. അതായത് നമ്മൾ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം കംപ്ലീറ്റ്ലി റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ശരിയാണ്, ബന്ധം റീറൈറ്റ് ചെയ്തു. ബിക്കോസ് ഇന്ത്യ ഈസ് എ വെരി സ്ട്രാറ്റജിക് പാർട്ട്ണർ എഗനിസ്റ്റ് അമേരിക്കസ് പ്രൈമറി റൈവൽ ചൈന. എല്ലാവരെ പറ്റിയും പുള്ളി പറയുന്നത് ദേ ആർ മൈ ഫ്രണ്ട്, സി ജിൻപിങ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, മോഡി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, പുടിൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ ഇപ്പൊ ഓയിലിന്റെ സെനാരിയോയിൽ ഹി റിയലൈസ്ഡ് ഇന്ത്യക്ക് ഈ ചീപ്പായിട്ടുള്ള ഓയിൽ റഷ്യയിൽ നിന്ന് കിട്ടുകയും ആ ഓയിൽ റിഫൈൻ ചെയ്ത് വിൽക്കുന്നതിലൂടെ ഇന്ത്യക്ക് സീരിയസ് ആയിട്ടുള്ള എക്കണോമിക് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നിർത്തിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. Then he is now trying to arrange Venezuelan oil for cheaper price, like Russian oil price. So basically, it's all transaction as far as Trump is concerned. Okay. India is a strategic ally. There is no doubt about it. India is required. India illade ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു സ്ട്രോങ് ഒരു പൊസിഷനിങ് അമേരിക്ക സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിന് യാതൊരു വ്യത്യാസവും ഒരിക്കലും ട്രംപിന്റെ ഫിലോസഫിയിൽ ഉണ്ടായിട്ടില്ല. ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് എക്കണോമിക്കലി ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് അമേരിക്ക. അതേ ട്രംപിന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്രംപ് ഈ മെസ്സേജുകൾ ഇങ്ങനെ നേരത്തെ വിളിച്ചു പറയുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ അത് വളരെ ക്ലിയർ ആണ്. എനിക്കെന്താണ് വേണ്ടതെന്ന് നേരത്തെ വിളിച്ചു പറയുന്നു. ഇതല്ലാതെ ഒരു ഡീൽ നടക്കില്ല എന്നുള്ളൊരു ഒരു തോന്നൽ ഉണ്ടാക്കുന്നു. And then that is his style. Okay. You cannot expect any more diplomatic or presidential way of doing these things. The world has accepted Trump as Trump. ഇത് ട്രംപിന്റെ സ്വഭാവമാണ്. അപ്പൊ ബേസിക്കലി ട്രംപ് പറയുന്നത് ട്രംപിന് വേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് പുഷ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ നെഗോഷിയേറ്റേഴ്സിനെയും സ്റ്റേറ്റ് സെക്രട്ടറിയെയും എല്ലാവരെയും പുഷ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ പോയിന്റ്സ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്. Then road blocks will come and that is when the ചർച്ച will stop, the discussions will stop. അപ്പോ basically India have to get into that transactional mindset also. What exactly we need. ഒരു പരിധിവരെ മോഡി അതിനകത്ത് വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജിൻസ്മോൻ സഖറിയ, ഇപ്പോൾ 3 പാനലിസ്റ്റുകളും പറഞ്ഞ് അങ്ങ് കേട്ട് കാണും. അപ്പോൾ ഇതിൽ അവസാനമായി നമുക്കൊരു മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം, ഇതിൽ എന്താണ് ജയിച്ചത്? വ്യാപാരമാണോ അതോ രാഷ്ട്രീയമാണോ? ട്രേഡ് ഓർ പൊളിറ്റിക്സ് എന്നൊരു ചോദ്യം കൂടിയില്ലേ? ഇപ്പം ട്രംപിന് അങ്ങനെ എന്ത് സൗഹൃദം ഉണ്ടായിരുന്നു എന്നാണ്. ട്രംപിന് ആരോടും സൗഹൃദമില്ല. അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ്. വിൻസെന്റ് പറഞ്ഞ പോലെ അതൊരു നെഗോഷിയേഷന്റെ ബിസിനസിന്റെ വളരെ കട്ട് ത്രോട്ട് ബിസിനസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഡീലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഡോക്ടർ മോഹൻ പറഞ്ഞതുപോലെ ഇവിടെ ഇന്ത്യക്ക് ഇതിന് വളരെ സമയമെടുത്ത്
ആ ട്രേഡ് ഒരു ഡീലിലേക്ക് കൊണ്ടുപോകാൻ പോയ ഒരു കാര്യമല്ല. ആക്ച്വലി നമ്മുടെ ഡെലിഗേറ്റ്സ് ഇവിടെ പല ലോബിയിങ് ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അഗ്രസീവായിട്ടുള്ള നെഗോഷിയേഷൻസിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രംപ് പലതവണ അത് പറഞ്ഞതുപോലെ ട്രംപിന് എന്തൊക്കെ കുറവുകൾ നമ്മൾ പറഞ്ഞാലും ട്രംപ് എന്ത് ഉദ്ദേശിച്ചോ അവിടെ കൊണ്ടുപോയി എത്തത്തക്ക രീതിയിലാണ് ഈ ഒരു ഇപ്പൊ വന്നേക്കുന്നത്. കാരണം ഇപ്പം മാർച്ച് പകുതിയോടുകൂടി ഇതിന്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് സൈൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ട്രംപ് പറഞ്ഞത് തന്നെ ഈ അമേരിക്കയ്ക്ക് വളരെ മുൻതൂക്കം നൽകുന്ന ഒരു ട്രേഡ് ഡീലാണ് വന്നേക്കുന്നത്, വളരെ മുൻതൂക്കം നൽകുന്നത്. കാരണം അവിടെ ഇറക്കുമതി ചെയ്യുന്ന കാര്യം തന്നെ. പക്ഷെ ഇപ്പം ഇതിന്റെ അകത്ത് തന്നെ പറഞ്ഞതുപോലെ ഈ നമ്മൾ തിരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ചെയ്യാനുള്ള ഒരു സ്പേസ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ 1% താഴെയാണ് ഇന്ത്യയുമായിട്ടുള്ള ഈ ട്രേഡ് വരുന്നുള്ളൂ. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ കൺസേൺ അല്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആവശ്യമാണ്. നമ്മൾ ഇതിനെ വൈകാരികമായിട്ട്, ഇപ്പൊ ഞാൻ പറയും ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മാധ്യമങ്ങളും അതിൽ ഇപ്പം വരുന്ന ആൾക്കാരും സംസാരിക്കുന്നത് വളരെ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ട്രംപിനെ കുറെ ചീത്ത വിളിച്ചത് കൊണ്ടോ തെറി പറഞ്ഞത് കൊണ്ടോ ട്രംപിന്റെ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് കൊണ്ടോ അതിനായിട്ടൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് മോഹൻ സാർ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു ട്രാൻസ്പെറൻസി വേണം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു ഡീലാണ്. അപ്പൊ അതാത് രാജ്യത്ത് ഇപ്പൊ ഇന്ത്യയിലുള്ള ആൾക്കാരും മീഡിയയും പൊതുവെ എല്ലാം വളരെ ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ഒരു ചെറിയ ട്വീറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ട്രംപിന്റെ ആണെങ്കിലും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം, പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് അത് തന്നെയായിരിക്കും. ആ 500 ബില്യൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ട്രേഡ് വെച്ച് ഒരു 85% 90% അങ്ങാണ്ട് വരുന്ന അത്രയും ടോട്ടൽ അമേരിക്കയിൽ നിന്ന് തന്നെ വാങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതുപോലെ അമേരിക്കയിലെ അഗ്രികൾച്ചർ സെക്ടറിലൊന്നും ഈ പറഞ്ഞ ഇന്ത്യയുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടണമെന്നൊന്നും ഇവിടുത്തെ അഗ്രികൾച്ചർ സെക്ടറിനൊന്നും ആവശ്യമില്ല. കാരണം ആ മാർക്കറ്റ് വളരെ ചെറുതാണ്. ആ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സിലല്ലേ ഞാൻ പറയണത്. പക്ഷെ ഇവിടുന്ന് ആ ഒരു രീതിയിൽ ആ ഒരു പ്രൈസിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇന്ത്യക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇപ്പൊ നമ്മള് ട്രേഡ് ഉണ്ടാക്കി, അതൊരു വലിയ സക്സസ് ആണ്. ചൈനയുമായിട്ട് നമ്മൾ പോയി ചില ഡീലുകൾ ഉണ്ടാക്കുന്നു. പക്ഷെ ചൈനയൊന്നും നമ്മൾ എന്താണ് ചൈനയ്ക്ക് കയറ്റിവിടാൻ പറ്റുന്നത്? നമ്മുടെ കയ്യിൽ എന്ത് പ്രോഡക്ട്സ് ആണുള്ളത്? ഇപ്പൊ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇമ്പോർട്ടിന് പറ്റിയ ഒരു സാഹചര്യം പോലും അല്ല. നമുക്ക് ഇന്ത്യയും യൂറോപ്പുമായിട്ട് ഏതൊക്കെ രാജ്യങ്ങൾക്ക് എന്തൊക്കെ നമുക്ക് ട്രേഡ് നടത്താൻ പറ്റുമെന്ന് രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അവരുടെ മാർക്കറ്റ് ഓൾറെഡി വളരെ സാച്ചുറേറ്റഡ് ആണ്, അത് നമുക്കറിയാം. അപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിനെ ഇന്ത്യക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിങ്ങനെ ഒരു പ്രസിഡന്റ് ആയി പോയത് കൊണ്ട് നമ്മളിപ്പോ ആ പ്രസിഡന്റ് നടത്തുന്ന പുള്ളി വളരെ അഗ്രസീവായിട്ട് ആ ഒരു രീതിയിൽ ആ ട്രേഡിനെ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ പറയണ ഈ പ്രസിഡന്റ് ചെയ്യുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നല്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇപ്പോൾ നടക്കുന്ന നെഗോഷിയേഷനിൽ അതിപ്പോ എത്രാമത്തെ ലോബിയിങ് ഗ്രൂപ്പ് ആണെങ്കിലും ആ ലോബിയിങ്ങിന്റെ അകത്ത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ട്രേഡ് അതേ രീതി പ്രാവർത്തികമായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു നഷ്ടക്കച്ചവടമാകാനാണ് സാധ്യത. ഡോക്ടർ മോഹൻ വർഗീസ്, വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അവസാനം സംസാരിച്ച പാനലിസ്റ്റ് പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് 27 രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ബ്രിട്ടനുമായിട്ടും ന്യൂസിലാൻഡുമായിട്ടും ഒക്കെ കരാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ അതിനെ കാണുന്നത് അത്രയും രാജ്യങ്ങളുണ്ടെങ്കിൽ തന്നെ, അത്രയും വലിയ നമ്പർ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ലോക GDP-യുടെ 4/1 ആ ട്രേഡിൽ വരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന്. പക്ഷേ അത്തരത്തിലൊരു സാച്ചുറേഷനിലേക്ക് യൂറോപ്യൻ മാർക്കറ്റ്സ് പോയിട്ടുണ്ടോ? ഇപ്പോഴും യൂറോപ്യൻ മാർക്കറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ തന്നെ അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. അതിപ്പോൾ മറൈൻ പ്രോഡക്ട്സ് ആണെങ്കിലും, ടെക്സ്റ്റൈൽസ് ആണെങ്കിലും, ജെംസ് ആൻഡ് ജ്വല്ലറി ആണെങ്കിലും, ലെതർ പ്രോഡക്ട്സ് ആണെങ്കിലും, അങ്ങനെ നമ്മൾ അവിടേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്ന എല്ലാ വസ്തുക്കളും യൂറോപ്പിലും അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സാധുത എങ്ങനെയാണ്? ക്രിസ്റ്റീന, യൂറോപ്യൻ മാർക്കറ്റ് വളരെ മെച്യൂർ മാർക്കറ്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 27 അംഗങ്ങൾ അടങ്ങുന്ന യൂറോപ്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അവിടെ കൃത്യമായ നിയതമായ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്താവുന്ന സ്റ്റേബിൾ, സെക്യൂർ ആൻഡ് മെച്യൂർ മാർക്കറ്റാണ്. പക്ഷെ സിംഗിൾ ലാർജസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകത്തെ ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അമേരിക്കയുടെ മാർക്കറ്റിനോളം വലിപ്പമുള്ള
ഒരു മാർക്കറ്റ് ലോകത്തില്ല. എല്ലാ ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയുമായി വ്യാപാരം നടത്താൻ വേണ്ടിയാണ്. പരമാവധി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യണമെന്നാണ്. അതേസമയം അമേരിക്ക ഒരു നെറ്റ് ഇമ്പോർട്ടിംഗ് രാജ്യവുമാണ്. അമേരിക്കയ്ക്ക് ഏതാണ്ട് $1 trillion ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായി ചേർത്ത് നോക്കുമ്പോൾ. അത് ചൈനയുമായി നോക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഡെഫിസിറ്റ് ഉള്ളത്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ശാസ്ത്രം പോകുന്നത് ഇങ്ങനെയാണ്: പരമാവധി അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചുകൊണ്ടുവരിക, പരമാവധി ഇന്റേണൽ കൺസംഷൻ കൂട്ടുക, അതുപോലെ തന്നെ ഉത്പാദനവും കൂട്ടുക, അതിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതിന് ഫ്രണ്ട്ഷിപ്പോ മറ്റ് ബാധ്യതകളോ വൈകാരികമായ കാര്യങ്ങളോ ഒന്നും തടസ്സമാകരുത്. അവിടെയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പച്ചക്ക് കച്ചവടം മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്ന നിലയിൽ. ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ വിജയവുമാണ്. ഇത് നോക്കൂ, നമ്മുടെ യൂറോപ്പിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. എന്തുകൊണ്ട് ഭാരതത്തിന് അമേരിക്ക യൂറോപ്പിനേക്കാൾ ഒരു പക്ഷേ ലേശം കൂടുതൽ പ്രാധാന്യമുള്ളതാകുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ വികസിത ഭാരതമാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുപാട് ചിന്തകർ ഇവിടെ ഉണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ പ്രൊഡക്ഷൻ, ഇന്റേണൽ കൺസംഷൻ, ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ഇക്കോണമി അല്ല ഭാരതം. പക്ഷെ ചൈന ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നേടിയതിന്റെ പിന്നിലെ പ്രധാന കാരണം 1979 ഡെങ് സിയാപിങ്ങിന്റെ നേതൃത്വത്തിൽ വലിയ റിഫോംസ് വന്നു. LPG പാക്കേജ് അവിടെ വരുന്നു. അതനുസരിച്ച് വൻപൻ ഉൽപാദനവും വൻതോതിലുള്ള കയറ്റുമതിയും. അതാണ് ചൈനയെ യഥാർത്ഥത്തിൽ ഒരു വൻ സാമ്പത്തിക ശക്തി കൂടിയാക്കി മാറ്റിയെടുത്തത്. ആ മാതൃകയിലേക്ക് എത്തണമെങ്കിൽ, അതിന് അടുത്തെങ്കിലും എത്തണമെങ്കിൽ ക്വാണ്ടം ജംപ് ഇൻ ട്രേഡ് ഉണ്ടാകണം, ഇമ്പോർട്ടും ഉണ്ടാകണം, എക്സ്പോർട്ടും ഉണ്ടാകണം. അവിടെ അമേരിക്ക വലിയ സാധ്യത തന്നെയാണ്. ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന $41-42 ബില്യൺ ആണ് വാർഷിക ഇറക്കുമതി. അത് ഒറ്റയടിക്ക് $500 ആകും എന്ന് പറയുന്നത് ഒരുപക്ഷെ നിറം പിടിപ്പിച്ച കഥയാണ്. ഒരുപക്ഷെ ട്രംപ് ഉദ്ദേശിക്കുന്ന 5 വർഷത്തേക്ക് ഉള്ള കണക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി എന്തായാലും ട്രേഡ് നടത്താൻ പറ്റി. ഒരു കച്ചവടക്കാരനായതുകൊണ്ട് ഒരു ഗുണമുണ്ട്, എല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് നടക്കും. കാരണം അത് വൈകില്ല, ഈ ചതഞ്ഞ് പോയില്ല എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ സ്വല്പം റിസ്ക് എടുത്തുകൊണ്ടാണെങ്കിലും പ്രതിപക്ഷത്തോട് ഏറെ കണക്കുകൾ സൂചിപ്പിക്കേണ്ടി വന്നെങ്കിൽ പോലും ട്രംപിന്റെ കാലത്ത് തന്നെ ഒരു ഡീൽ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിശ്വസിച്ചത് ഒരുപക്ഷെ അതുകൊണ്ടാണ്. ശരി, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ വളരെ പെട്ടെന്ന് വിൻസെന്റ് ഒരു ഗസ്സിലെ ഇതിന്റെ ഒരു ഇപ്പം നമുക്കറിയാം ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. ഈ ട്രേഡ് ഡീലിന്റെ ഒരു ഫൈനൽ സ്റ്റാറ്റസ് എന്തായിരിക്കും? ഐ തിങ്ക് ദർ വിൽ ബി ലോട്ട് ഓഫ് ഫർദർ നെഗോഷിയേഷൻസ്. ഇപ്പൊ ട്രംപ് പറഞ്ഞ നമ്പറുകളിലെല്ലാം അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ഇപ്പൊ പുള്ളി ഒരു ദിവസം പറയുന്ന നമ്പറുകൾ പുള്ളിയുടെ ഒരു ഡ്രീം ആയിരിക്കും. പക്ഷെ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ ഇപ്പൊ ഈ 500 ബില്യന്റെ കാര്യം പറഞ്ഞതുമെല്ലാം ഇതെല്ലാം ഗോളുകളാണ്, ഇതെല്ലാം ഒരു അംബിഷനാണ്. അപ്പോൾ നാച്ചുറലി അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞ പോലെ ആ 18% എന്ന് പറഞ്ഞത് മാത്രമായിരിക്കും ഇപ്പോൾ ഒരു ഫണ്ടമെന്റൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ ഫൈനലായിട്ട് നിൽക്കാൻ സാധ്യത. ബാക്കിയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും. പക്ഷെ ഫണ്ടമെന്റൽ ആയിട്ട് ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലും ചൈനയെയും റഷ്യയെയും ഡീൽ ചെയ്യുന്ന കാര്യത്തിലും ഇന്ത്യ അമേരിക്കയോട് നിൽക്കാൻ, അല്ലെങ്കിൽ അതായത് റഷ്യയെ എനേബിൾ ചെയ്യുന്ന ഒരു അപ്രോച്ച് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാണ്ടിരുന്നാൽ ഐ തിങ്ക് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് ഇപ്പൊ അതായിരുന്നു. അതായത് ഇപ്പം മഡൂറോയുടെ വെനിസ്വേലയിൽ നിന്നുള്ള ഓയിൽ വരുമ്പോ ദാറ്റ് വിൽ ചേഞ്ച് ദാറ്റ് സെനാരിയോ. കുറച്ചൊക്കെ റഷ്യയുടെ ഓയിൽ കുറയ്ക്കാനായിട്ട് ഇന്ത്യക്ക് പറ്റും, ഈ സെയിം പ്രൊഡക്ഷൻ കപ്പാസിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യൻ റിഫൈനറീസിന്റെ. അപ്പൊ നാച്ചുറലി ഓവറോൾ നോക്കുമ്പോൾ ഇന്ത്യനെ ഒരു ജിയോ പൊളിറ്റിക്കൽ സെനാരിയോയിൽ അവോയ്ഡ് ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ ഈ നമ്പറുകളിൽ ഇനിയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഇന്ത്യക്കും വലിയ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഡീൽ ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ശ്രീ ജിൻസ് മോൻ സക്കറിയ, ഒരു ഫൈനൽ കൺക്ലൂഷൻ. ഇതില് ഇന്ത്യ വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 10% താഴെയെങ്കിലും ഈ താരിഫ് കൊണ്ടുപോയി നിർത്തിയില്ലെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം 18% എന്ന് പറഞ്ഞത് 2 തൊട്ട് 4.5% വരെ ഇരുന്ന താരിഫാണ് ഈ 18% എത്തിയിരിക്കുന്നത്. അത് ഒരു 10%-ലേക്കെങ്കിലും ആ നെഗോഷിയേഷൻ ഫൈനൽ ഡ്രാഫ്റ്റിലെ കോൺട്രാക്റ്റിൽ വന്നില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകാനാണ് സാധ്യത. കാരണം അത് വലിയൊരു താരിഫാണ് ഈ 18% എന്ന് പറയുന്നത്. ഇന്ത്യ ഈ 18% എന്ന് പറയുന്നത് ഈ 2%, 3% ഉണ്ടായിരുന്ന ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും
19ഉം 20ഉം ഒക്കെയാണ് വിയറ്റ്നാം, ബംഗ്ലാദേശ് അങ്ങനത്തെ രാജ്യങ്ങൾക്കെല്ലാം. അപ്പൊ അതുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ പെർസെന്റേജ് ആക്ച്വലി 1% 2% ഡൗൺ ആണ് ഈ ബാക്കിയുള്ള കൺട്രികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് സിമിലർ പ്രോഡക്ട്സ്, ഈ ഫുഡും ടെക്സ്റ്റൈൽസും എല്ലാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന സിമിലർ രാജ്യങ്ങളുമായിട്ടുള്ള ടാരിഫിൽ ഇന്ത്യയുടെ ഈ 18 എന്ന് കേൾക്കുന്ന നമ്പർ ഓൾറെഡി ലോവർ ആണ്. അല്ലെ, അപ്പോൾ അത് ശരിയാണ്. ഡ്രാമറ്റിക്കലി പക്ഷെ അദ്ദേഹം പറഞ്ഞത് കൂടുതൽ രാജ്യ താല്പര്യങ്ങൾ നോക്കി കൂടുതൽ പ്രാക്ടിക്കലായി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കുറച്ചുകൂടി താഴ്ത്തി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ബംഗ്ലാദേശും ചർച്ചകൾ നടത്തുകയാണ്. ആ ഒരു തീരുവ കുറച്ചു കിട്ടാനും ഒരു ട്രേഡ് ഡീല് ഫൈനലൈസ് ചെയ്യാനുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയില്ല ഓരോ രാജ്യങ്ങളുമായി ഇനി വരുന്ന ദിവസങ്ങളിൽ ആ ചർച്ചകൾ ഏത് രീതിയിൽ പുരോഗമിക്കും, ഓരോരുത്തരുടെയും താരിഫ് ഫൈനലി എങ്ങനെ ഫിക്സ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും എല്ലാ രാജ്യങ്ങൾക്കും പോസിറ്റീവായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പര്യവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ നിർമ്മൽ എബ്രഹാം, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ ആൻഡ് ജിൻസ് മോൻ സക്കറിയ. എന്തായിരിക്കും ഈ ട്രേഡ് ഡീൽ? അത് ഓരോ രാജ്യത്തെയും എങ്ങനെയാണ് ബാധിക്കുക? എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടാവും ആ വ്യാപാര കരാറിന് എന്നൊക്കെ മനസ്സിലാക്കാനാവുക. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.